ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അല്ലാതെ പേടിച്ചരണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ മറ്റേ തലസ്ഥാനത്തുമൊക്കെ ചൈനയുടെ പീരങ്കി ഒക്കെ വെച്ച് ഇരിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. 5000 ഈ പട്ടാളക്കാർ രാജിവെച്ച് പോയതായിട്ട് കേൾക്കുന്നുണ്ട്. ഈ അസീം മുനീർ എന്ന് പറഞ്ഞ പട്ടാള മേധാവി പിന്നീട് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആശുപത്രിയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാര്യം വഷളാണ്. 2019 പുൽവാമയ്ക്ക് ശേഷം നമ്മൾ ബാലക്കോട്ട് കയറി ആക്രമിച്ചല്ലോ. അതിനുശേഷം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് അവിടെ പട്ടാള മേധാവി ബജ്വ ആയിരുന്നു. ബജ്വ പറഞ്ഞത്, ഇന്ത്യയുമായി യുദ്ധത്തിന് പോകാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴും കുത്തുവാള എടുത്തിരിക്കുകയാണ്, പൈസയൊന്നുമില്ല. ഈ ചൈനയിൽ നിന്ന് വാങ്ങിച്ച ആയുധങ്ങൾ 50% ഈ തുരുമ്പെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ പട്ടാള വിദഗ്ധരുമൊക്കെ സൈനിക വിദഗ്ധരുമൊക്കെ പറയുന്നത്. പലതും കൊണ്ടും കാര്യമില്ല. അപ്പോൾ 8 അന്തർവാഹിനികൾ വാങ്ങിച്ചതിൽ 2 മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഗതി എണ്ണം നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ എണ്ണം പറഞ്ഞത് എണ്ണത്തിൽ ഭൂരിപക്ഷവും ഗുണമില്ലാതിരിക്കുന്ന ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. വിമാനങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ. കാരണം മെയിൻ്റനൻസോ റിപ്പയറോ ഒന്നുമില്ലാതെ പഴയ സംഗതി ആണുള്ളത്. ആകെ ഇപ്പോൾ ചൈന കൊടുത്തത് PL-15 എന്ന് പറഞ്ഞ മിസൈൽ കയ്യിലുണ്ട് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കുറച്ച് നാളത്തേക്ക് ഒരു 3 ദിവസം പാകിസ്ഥാന് പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും. അവിടെ എവിടെയൊക്കെ കുറച്ച് പോകുന്ന ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാനെ നമ്മൾ പിടിച്ചിടുകയാണ് വേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിലയില്ലാ കയത്തിൽ മുങ്ങുകയായിരിക്കും പാകിസ്ഥാൻ ചെയ്യുന്നത്. അവർക്കും അതേപ്പറ്റി ബോധം ഉണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി അത്താത്തുള്ള തരാർ പറഞ്ഞിരിക്കുന്നത് 24-36 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇന്ത്യ നമ്മളെ ആക്രമിക്കും എന്ന് പറഞ്ഞു. പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നമ്മളെ ആക്രമിക്കും എന്നാണ്. അതിനുള്ള വിശ്വാസയോഗ്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രതിരോധ മന്ത്രി പറയുകയാണ്, നമ്മൾ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അതുകൊണ്ട് കൈക്കൊണ്ടിട്ടുണ്ട് എന്നും അയാൾ പറഞ്ഞു. പാക് പട്ടാളം സർക്കാരിനെ ബ്രീഫ് ചെയ്തു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നവിടെയുള്ള റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. നിലനിൽപ്പിന് ഭീഷണി വന്നു കഴിഞ്ഞാൽ അണുബോംബ് പ്രയോഗിക്കും എന്ന് അവിടുത്തെ മന്ത്രിമാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ നടക്കാൻ പോകുന്നില്ല. എത്ര യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞതാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. മറിയം നവാസ്, ഈ നവാസ് ഷെരീഫിൻ്റെ മകള്, അവരാണ് പഞ്ചാബിലെ മുഖ്യമന്ത്രി. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു കാരണവശാലും വിഷമിക്കേണ്ട, പട്ടാളത്തെ അല്ലാഹു അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എല്ലാം പടച്ചോൻ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ ആണവശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരിക്കലും എളുപ്പമല്ല. ഒരുക്കുമതിൽ പോലെ പട്ടാളത്തിനൊപ്പം നമ്മൾ നിൽക്കും എന്ന് മറിയം നവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നവാസ് ഷെരീഫ് പക്ഷേ ഇന്ത്യക്കെതിരെ ആക്രമണം പാടില്ല എന്നും പറഞ്ഞതായിട്ട്, നവാസ് ഷെരീഫാണ് പാർട്ടിയുടെ പ്രസിഡന്റ്, നവാസ് ഷെരീഫ് അങ്ങനെ പറഞ്ഞതായിട്ട് എക്സ്പ്രസ് ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ യുദ്ധത്തിനൊന്നും പോകേണ്ടതില്ല എന്ന്. അപ്പോൾ നീണ്ട യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായി വലിയ തകർച്ച വരും. ശരിക്കും പാകിസ്ഥാനോട് നമ്മൾ ചെയ്യേണ്ടത് സോവിയറ്റ് യൂണിയനോട് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അങ്ങനെയാണ്, സാമ്പത്തികമായി തളർത്തുക. സാമ്പത്തികമായി തളർന്നു കഴിഞ്ഞാൽ ഒരു രാജ്യം എങ്ങനെ യുദ്ധം ചെയ്യാനാണ്? ക്രിപ്പിൾ ചെയ്യുന്ന പരിപാടി ആണ് പാകിസ്ഥാനോടും വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അയോധ്യയിൽ ബാബറി മോസ്ക് നമ്മൾ പണിയും എന്ന് അവിടുത്തെ ഒരു സെനറ്റർ
പൽവാഷ മുഹമ്മദ് സായ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, അയോധ്യയിൽ ബാബറി മോസ്ക് നമ്മൾ പണിയും, ആദ്യ ഇഷ്ടിക അതിൽ വെക്കുന്നത് അസീം മുനീർ തന്നെയായിരിക്കും നമ്മുടെ പട്ടാള മേധാവി എന്നവർ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അവർ മുമ്പും ഇതുപോലത്തെ തരമൊക്കെ പറയുന്നൊരു സ്ത്രീയാണ്. എന്നിട്ട് അവിടെ അയോധ്യയിൽ ബാബറി മോസ്ക് പണിതിട്ട് അവിടുത്തെ ആദ്യ ആസാൻ അസീം മുനീർ തന്നെ വിളിക്കും എന്ന് പറഞ്ഞാൽ ആ മോസ്കിലെ ആദ്യത്തെ ബാങ്ക് വിളി അത് അസീം മുനീറിൻ്റെ വകയായിരിക്കുന്നു. അസീം മുനീർ ഒരു മൊല്ലാക്കയുടെ മോനാണ്. ഖുർആൻ വിഴുങ്ങിയിരിക്കുന്ന ആളാണ് ഈ അസീം മുനീർ. വചനങ്ങളൊക്കെ കാണാപ്പാടമാണ്. അപ്പോൾ എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, പൽവാഷ മുഹമ്മദ് സായ് ഖാൻ സെനറ്റർ, ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് വളകളൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് ആയുധങ്ങളാണ്, അണുബോംബാണ് എന്നുള്ള വർത്തമാനം തന്നെയാണ്. പാകിസ്ഥാനെ സിഖ് ഭടന്മാർ ആക്രമിക്കില്ല, ഗുരുനാനാക്കിൻ്റെ ഭൂമിയാണത്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, സിഖുകാരെ ആക്രമിക്കില്ല, സിഖ് പട്ടാളക്കാരൊക്കെ കാണുമല്ലോ, അവരെ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിഖ് പട്ടാളക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇതൊന്നും നടക്കില്ല. ഈ പഹൽഗാം ആക്രമണം നടത്തിയപ്പോൾ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കം ഉണ്ടാവും, അടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചതാണ് അവർ. ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്, നമ്മുടെ വെള്ളം അല്ലെങ്കിൽ അവരുടെ രക്തം സിന്ധുവിൽ കൂടി ഒഴുകും എന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ വർത്തമാനമൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈ സിദ്ധരാമയ്യയെ പോലുള്ള ആളുകൾ, അയാളുടെ ഒരു മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ, പിന്നെ കോൺഗ്രസ്സുകാർ ഈ മോദിയുടെ തലയില്ലാത്തൊരു ചിത്രം പ്രസിദ്ധീകരിച്ചതുപോലുള്ള വഷളത്തരങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പ്രസ്താവനകൾ വായിക്കുമ്പോൾ അവർ പേടിച്ചരണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്തായിരിക്കും പാകിസ്ഥാനിൽ ഒരു യുദ്ധം നടന്നാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകും? അതായത് പാകിസ്ഥാൻ്റെ അവസ്ഥ 3 ദിവസത്തിൽ കൂടുതൽ ഈ യുദ്ധം നീണ്ടു നിന്നു കഴിഞ്ഞാൽ ശരിക്ക് ഈ പാകിസ്ഥാൻ 4 കഷണമാകാനാണ് സാധ്യത. കാരണം അവിടെ സ്വാതന്ത്ര്യം തേടി പ്രവിശ്യകൾ വേറെ കിടക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ, ഇപ്പോൾ സിന്ധിൽ 11 ദിവസമായിട്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു കനാൽ പദ്ധതി സിന്ധു നദിയിലും ജലം നദിയിലും ഒക്കെ ആയിട്ട് പണിയാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ സിന്ധ് പ്രവിശ്യയ്ക്ക് മതിയായ വെള്ളം കിട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കരാറ് റദ്ദാക്കിയതോടുകൂടി ആ ഭാഗങ്ങളിലൊക്കെ കർഷകർ ഈ പ്രതിഷേധിക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ 11 ദിവസമായിട്ട് സിന്ധ് പ്രവിശ്യയിൽ എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം തുറന്നു വിടുന്നത് കൊണ്ട് കർഷകർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം IMFൻ്റെ പണം വാങ്ങിച്ചിട്ടാണ് പാകിസ്ഥാൻ ജീവിച്ചു പോകുന്നത്. ഇനി അടുത്ത ഗഡുക്കൾ IMF കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്നുള്ള കയറ്റുമതി ഇനി അങ്ങോട്ട് പോവില്ല. അപ്പോൾ പണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അത് ദാരിദ്ര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആയുധങ്ങൾ കിട്ടില്ല, ഭക്ഷ്യവസ്തുക്കൾ കിട്ടില്ല, മരുന്ന് കിട്ടില്ല. ഇങ്ങനെ ആകെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്കായിരിക്കും പാകിസ്ഥാൻ പോകുക. 2019 തന്നെ അവിടുത്തെ പട്ടാള മേധാവി ബജ്വ പറഞ്ഞതാണ്, ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള സാമഗ്രികൾ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ പണമില്ല. അതിനേക്കാൾ വഷളായ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ആഭ്യന്തര കലഹങ്ങൾ മൂർച്ഛിക്കും. കാരണം ഈ ബലൂചിസ്ഥാൻ വിട്ടുപോകും, പാകിസ്ഥാൻ വിട്ടുപോകും, ഖൈബർ പക്തൂൺഖ്വയും വിട്ടുപോകും. ഈ മേഖലകളിൽ ഈ പട്ടാള മേധാവിയെ പറ്റി ഒരഭിപ്രായവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പട്ടാള മേധാവി ഒന്നും പറയുന്നതായിട്ട് കേൾക്കുന്നില്ലല്ലോ. അയാളുടെ കുടുംബത്തിനെ രാജ്യം കടത്തിയതായിട്ട് പറയുന്നുണ്ട്. അവർ ബ്രിട്ടനിലേക്ക് പോയി, രക്ഷ തേടി പോയി. പല പട്ടാള ഉന്നതന്മാരുടെയും കുടുംബങ്ങൾ പാകിസ്ഥാനിൽ ഇല്ല എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 3 ദിവസത്തിൽ കൂടുതൽ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പട്ടാളം വെള്ളത്തിലാവും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിനെ പറ്റി കേൾക്കുന്നത്, നമ്മൾ LOCയുടെ ഭാഗത്തെ കുറേ നീലം
താഴ്വര, അങ്ങനെ കുറെ ഭാഗങ്ങളിലുള്ള കുറെ ഭൂമിയൊക്കെ പിടിച്ചടക്കി നമ്മൾ കയ്യിൽ വെക്കാൻ പോവുകയാണ്. യുദ്ധം തീർന്നാലും നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത്. 1965 നമ്മൾ പിടിച്ച ഈ പീർ പഞ്ചൽ മലനിര നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മണ്ടത്തരമാണ് ചെയ്തത്. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാതെ ഇത്തവണ യുദ്ധം നടന്നു കഴിഞ്ഞാൽ കുറെ ഭൂമി നമ്മുടെ കയ്യിലിരിക്കും. ചിലപ്പോൾ POKയും നമ്മുടെ കയ്യിലിരിക്കും. അതിൻ്റെ അപ്പുറവും ഈ ഭീകര താവളങ്ങളൊക്കെ ഹാഫിസ് സയ്യിദ് പോലുള്ള ആളുകളൊക്കെ അവരുടെ തന്നെ ജീവൻ ഇല്ലാതായി എന്നും വരും. ഈ അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.